കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഹിന്ദിയിലൊരു എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കേട്ടിട്ട് അത് മനസ്സിലാക്കി പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ എന്ന് പറയണത്. അപ്പം എളുപ്പം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം ഓർത്തു വെക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കുറേ അധികം വാക്കുകൾ ഞാൻ പറയാം. അതെല്ലാം നമ്മൾ പെഹലെ ചേർത്താണ് പറയാൻ പോകണം. എന്ന് പറഞ്ഞാൽ മുമ്പത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു തുടങ്ങാൻ പോവാണ്. പെഹലെ മേ ബഹുത്ത് അച്ഛാ ഇൻസാൻ ദാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. പെഹലെ മേ ബഹുത്ത് ഷറാറത്ത് കർത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പിടിവാശികൾ കാണിക്കുമായിരുന്നു. ഷരാരത്ത്. പെഹലെ മേ ബഹുത്ത് സിദ്ദീദാ എന്ന് പറഞ്ഞാൽ പെഹലെ ഞാൻ ഒരുപാട് വാശിയുള്ള ആളായിരുന്നു. സിദ്ധി. പെഹലെ മേ സിദ്ദീദാ എന്ന് പറഞ്ഞാൽ ഞാൻ വാശിക്കാരനായിരുന്നു മുമ്പ്. പിന്നെ मैं पहले സ്കൂൾ മേ ബഹുത്ത് അച്ഛേ സെ പഠായി കർത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. പെഹലെ മേ ബഹുത്ത് അച്ഛേ സെ സോത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വളരെ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. പെഹലെ മേ ബൈക്ക് ചലാത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ബൈക്ക് ഓടിക്കുമായിരുന്നു. പെഹലെ മേ ബഹുത്ത് തേസി സെ ബൈക്ക് ചലാത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുമായിരുന്നു. തേജീസ എന്ന് പറഞ്ഞാൽ സ്പീഡിലെന്നാണ്, ഏറ്റവും വേഗത്തിൽ. തേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, വേഗത്തിൽ വണ്ടി ഓടിക്കുമായിരുന്നു. പെഹലെ മേ ബഹുത് സാദാ ഖാന ഖാത്താതാ മുമ്പ് ഞാൻ ഒത്തിരി ഭക്ഷണം കഴിക്കുമായിരുന്നു. പെഹലെ മേ ബഹുത്ത് ഖുഷ്താ എന്ന് പറഞ്ഞാൽ പെഹലെ മേ ബഹുത് ഖുഷ്താ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഭയങ്കര സന്തോഷവാനായിരുന്നു. പെഹലെ മേ ബഹുത്ത് റോത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരുപാട് കരയുമായിരുന്നു. പെഹലെ മേ ബഹുത്ത് അമീർദാ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ ഭയങ്കര കാശുകാരനായിരുന്നു. പെഹലെ മേ സ്കൂൾ മേ ബഹുത്ത് ജൽദി ജാത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സ്കൂളിൽ വളരെ വേഗത്തിൽ സ്കൂളിൽ ഏറ്റവും ആദ്യമേ തന്നെ ചെല്ലുമായിരുന്നു എന്നാണ്. ജൽദി. പെഹലെ മേ ബഹുത്ത് ജൽദി സ്കൂൾ ജാത്താതാ. ജൽദി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോകുമായിരുന്നു എന്നാണ്. വളരെ തിടുക്കത്തിൽ ആദ്യമേ തന്നെ പോകുമായിരുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. പെഹലെ മേ അക്കേലാതാ. പെഹലെ മേ അക്കേലാതാ ഞാൻ മുമ്പ് ഒറ്റക്കായിരുന്നു. പെഹലെ മേ കാലേ രംഗ് കെ കപ്പടെ പെഹൻതാതാ. കാലേ രംഗ് കെ കപ്പടെ പെഹൻതാതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് കറുത്ത ഡ്രസ്സായിരുന്നു ഇടുന്നത്. അതുപോലെ ബാരിഷ് മേ ബീഗ്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് മഴ നനയുമായിരുന്നു. ബീഗ്ത എന്ന് പറഞ്ഞാൽ നനയുക. ബീഗ്താതാ. ബാരിഷ് മേ ബീഗ്താതാ മഴയത്ത് ഞാൻ നനയുമായിരുന്നു. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയത്ത് നനയുമായിരുന്നു. പെഹലെ മേ ഗാന ഗാത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പാട്ട് പാടുമായിരുന്നു. പെഹലെ മേ ഗാന ഗാത്താതാ. ഗാന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുമായിരുന്നു. ഗാത്താതാ എന്ന് പറഞ്ഞാൽ പാടുമായിരുന്നു. പിന്നെ പെഹലെ മേ മേരെ പാസ് പുരാനെ ചീസ് അപ്പനെ പാസ് രക്താതാ. പുരാനെ ചീസ് അപ്പനെ പാസ് രക്താതാ എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ വെക്കുമായിരുന്നു. പെഹലെ മേ പുരാനെ ചീസ് അപ്പനെ പാസ് രക്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ സാധനങ്ങൾ വെക്കുമായിരുന്നു. പെഹലെ മുझे പുരാനെ ചീസ് ബഹുത്ത് പസന്ത് താ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് പഴയ സാധനങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ്. പെഹലെ മേ സ്കൂൾ മേ ബഹുത്ത് ഷറാറത്ത് കർത്താതാ എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പണ്ട് ഭയങ്കരമായിട്ട് കുസൃതികൾ കാണിക്കുമായിരുന്നു. അതുപോലെ പെഹലെ മേ ബഹുത്ത് തേജി സെ ദൗഡ്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വളരെ വേഗത്തിൽ ഓടുമായിരുന്നു. പെഹലെ മേ ആസ്മാൻ മേ ചാന്ദ് കോ ദേഖ്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചന്ദ്രനെ നോക്കുമായിരുന്നു ആകാശത്തിൽ. പെഹലെ മേ ആസ്മാൻ മേ ചാന്ദ് കോ ദേഖ്താതാ. അതുപോലെ പെഹലെ മേ ബഹുത്ത് ദൗഡ്താതാ. പെഹലെ മേ ബഹുത്ത് ദൗഡ്താതാ ഞാൻ മുമ്പ് ഓടുമായിരുന്നു. പെഹലെ മേ ബഹുത്ത് ഗുസ്സ ഹുവ കർത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ദേഷ്യപ്പെടുമായിരുന്നു. ഗുസ്സ എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക. പെഹലെ മേ ബഹുത്ത് ഗുസ്സ ഹുവ കർത്താതാ. പെഹലെ മേ വക്ത് കാ പർവ നഹി കർത്താതാ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സമയത്തിനൊരു വില കൊടുക്കാറില്ലായിരുന്നു. പെഹലെ മേ വക്ത് കാ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം, പർവ നഹി കർത്താത എന്ന് പറഞ്ഞാൽ സമയത്തിന് വില കൊടുക്കത്തില്ലായിരുന്നു. പെഹലെ മേ കാർ ചലാത്താത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് കാർ ഓടിക്കുമായിരുന്നു. പെഹലെ മേ ട്രെയിൻ മേ ജാത്താത, പെഹലെ മേ ട്രെയിൻ മേ ജാത്താത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ട്രെയിനിൽ പോകുമായിരുന്നു. പെഹലെ മേ ഹവായി ജഹാസ് മേ ബഹുത്ത് ഘൂമനെ കെ ലിയെ ബഹുത്ത് ദേശ് മേ ജാത്താത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പ്ലെയിനിൽ ഒരുപാട് രാജ്യങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമായിരുന്നു. ഹവായി ജഹാസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ എന്നാണ്. ഹവായി ജഹാസ് മേ ബഹുത്ത് ജഗ ദേഖ്നെ ജാത്താത അങ്ങനെ പറയാം. പിന്നെ അടുത്ത പറയാൻ പോകുന്നത് പെഹലെ മേ പതങ്ക് ആസ്മാൻ മേ ഉഡാത്താത എന്ന് പറഞ്ഞാൽ പട്ടം ഞാൻ ആകാശത്തിൽ പറത്തുമായിരുന്നു. പെഹലെ മേ ആസ്മാൻ മേ പതങ്ക് ഉഡാത്താത എന്ന് പറഞ്ഞാൽ പട്ടം പറത്തുമായിരുന്നു. ഉഡാത്ത എന്ന് പറഞ്ഞാൽ പറത്തുമായിരുന്നു. പെഹലെ മേ അപ്നെ പാസ് പിസ്റ്റൾ രക്താത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് എൻ്റെ കയ്യിൽ തോക്ക് വെക്കുമായിരുന്നു കയ്യിൽ. പെഹലെ മേ ബഹുത്ത് അച്ചേ സെ പിസ്റ്റൾ ചലാത്താത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് തോക്ക് കൊണ്ട് നന്നായിട്ട് വെടിവെക്കുമായിരുന്നു, ചെറിയ തോക്കൊക്കെ കൊണ്ട്. പെഹലെ മേ ബഹുത്ത് പെഹലെ മേ ബഹുത്ത് സാധാ പാനി പീത്താത അത് പറയാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുമായിരുന്നു. പെഹലെ മേ ബഹുത്ത് സാധാ പാനി പീത്താത. പെഹലെ മേ ചായ നഹി പീത്താത അങ്ങനെ പറയാം. ഞാൻ ചായ കുടിക്കത്തില്ലായിരുന്നു, വെള്ളം കുടിക്കത്തില്ലായിരുന്നു, കൂടുതൽ കുടിക്കായിരുന്നു എന്ന് പറയാം. പെഹലെ മേ ബഹുത്ത് സാധാ പാനി പീത്താത ഒരുപാട് വെള്ളം കുടിക്കുമായിരുന്നു. പെഹലെ മേ ചായ നഹി പീത്താത ഞാൻ ചായ കുടിക്കത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റും. മേ പെഹലെ മേരെ അൽമാരി മേ ബഹുത്ത് സാരെ കപ്പടെ എസെ രക്താത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ എൻ്റെ അലമാരിക്കകത്ത് വെക്കാറുണ്ടായിരുന്നു. പെഹലെ മേ പെർഫ്യൂം ഡാൽത്താത ബഹുത്ത് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു മുമ്പ്. പെഹലെ മേ ചഷ്മ പെഹൻതാത എന്ന് പറഞ്ഞാൽ ഞാൻ ചഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണട, ഞാൻ മുമ്പ് കണ്ണട വെക്കുമായിരുന്നു. ചഷ്മ പെഹൻതാത എന്ന് പറഞ്ഞാൽ ഇടുമെന്നാണ് എന്ന് പറഞ്ഞാൽ വെക്കുമെന്ന്. പെഹൻതാത. പെഹലെ മേ ലാപ്ടോപ്പ് ബഹുത്ത് യൂസ് കർത്താത ഞാൻ മുമ്പ് ലാപ്ടോപ്പ് ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. പെഹലെ മേ കമ്പ്യൂട്ടർ ബഹുത്ത് സാധാ ഉപയോഗ കർത്താത ഞാൻ മുമ്പ് കമ്പ്യൂട്ടർ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. പെഹലെ മേ घर में कुकिंग करता था. पहले मैं रसोई में काम करता था. അല്ലെ കുക്കിംഗ് കർത്താത എന്ന് പറയാം. പെഹലെ മേ രസോയി മേ കാം കർത്താത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് അടുക്കളയിൽ ജോലികൾ ചെയ്യുമായിരുന്നു. പെഹലെ മേ ജൽദി സോ ജാത്താത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സോ ജാത്താത എന്ന് പറഞ്ഞാൽ ഉറങ്ങുമെന്ന്. പെഹലെ മേ ജൽദി സോ ജാത്താത. പെഹലെ മേ ദോസ്തോ കെ സാത്ത് ബഹുത്ത് ഘൂമനെ ജാത്താത എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് കറങ്ങാൻ പോകുമായിരുന്നു മുമ്പ്. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പെഹലെ മേ ജീൻസ് പെഹൻതാത പെഹലെ ഞാൻ ജീൻസ് ഇടുമായിരുന്നു. പെഹലെ മേ സാരി പെഹൻതാത എന്ന് ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ പറയാം. പെഹലെ മേ സാരി പെഹൻതാത ഞാൻ സാരി ഇടുമായിരുന്നു മുമ്പ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പെഹലെ മേ ഫോൺ സാധാ ഉപയോഗ കർത്താത ഇസ്തമാൽ കർത്താത ഫോൺ. പെഹലെ മേ ഫോൺ ബഹുത്ത് ഇസ്തമാൽ കർത്താത എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമായിരുന്നു മുമ്പ്. പെഹലെ മേ കിസി കെ ആഖോ മേ ദേക്കർ ബാത്ത് നഹി കർത്താത എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുൻപ് ആരുടെയും കണ്ണുകളിൽ നോക്കി വർത്താനം പറയത്തില്ലായിരുന്നു. പെഹലെ മേ കിസി കോ ചൂട്ട് നഹി ബോൽത്താത എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ആരോടും കള്ളത്തരം പറയത്തില്ലായിരുന്നു. പെഹലെ മേ ബഹുത്ത് സാധാ ഖാന ഖാത്താത ഞാൻ മുമ്പ് ഒരുപാട് ആഹാരം കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് പെഹലെ ചേർത്ത് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് പെഹലെ ചേർത്ത് പറയാനുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അല്ലാതെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇത് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇപ്പം ലൈഫ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക്
വീഡിയോ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പം ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.